ഇതിൽ ഞങ്ങളിപ്പോൾ പിന്നെ ഫസ്റ്റ് ഇതിന് വെള്ളം ഒരു 8 ലിറ്റർ വെള്ളം കൊടുത്ത് വെള്ളം പാകതിന് ശേഷം അതിൽ പഞ്ചസാര കൊടുത്ത് 21 കിലോ പഞ്ചസാര കൊടുത്ത് അത് പരുവത്തിൽ പാകതിന് ശേഷം അതിലേക്ക് മാവ് കൊടുത്ത് അതിനകത്തുനിന്ന് ഹാർഡായി വരുന്ന സമയത്ത് ഞങ്ങൾ അതിലേക്ക് ജാക്ക് ഫ്രൂട്ട് കൊടുക്കുക. ജാക്ക് ഫ്രൂട്ട് കൊടുത്ത് ഒരു 5 കിലോ ജാക്ക് ഫ്രൂട്ട് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരുവത്തിൽ 20 മിനിറ്റ് അത് കറങ്ങിയതിന് ശേഷം അത് ഒന്നുകൂടി ഹാർഡായി കഴിഞ്ഞാൽ വെന്തിക്കണോ വേവ് അയക്കണമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അത് കൊടുക്കൂ. അതിലേക്ക് കുറച്ച് ഏലക്കായ് മാത്രമേ കൊടുക്കുള്ളൂ, വേറെ പോർഷൻസ് വേറെ ഒന്നുമില്ല. അതിൽ നമ്മൾ ഓൾറെഡി ജാക്ക് ഫ്രൂട്ട് ഒറിജിനൽ അത് മാത്രമേ 5 കിലോ ജാക്ക് ഫ്രൂട്ട് കൊടുക്കുക, സാധനം എടുക്കുക. അത് വേവാൻ ജാക്ക് ഫ്രൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരുമാടി ഒന്ന് ഹാർഡായി കഴിഞ്ഞാൽ അത് വേവ് എടുക്കും. ജാക്ക് ഫ്രൂട്ട് വേവത്തിന് ടൈം പിടിക്കും. അതുകൊണ്ട് അത് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊടുക്കാത്തത്. അല്ലെങ്കിൽ ഓവർ ടൈം അതിന് അരമണിക്കൂർ കൊടുക്കുന്നത് 1 മണിക്കൂറാവും പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും ടൈം അതിൽ കറങ്ങുമ്പോൾ പിന്നെ അലുവൻ്റെ പിന്നെ കളറ് ഒത്തിരി അങ്ങോട്ടും മാറിപ്പോകും. അത് മാറാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു അളവിനനുസരിച്ചുള്ള പാകത്തിലായി കഴിഞ്ഞിട്ട് ജാക്കറ്റ് കൊടുക്കുന്നുള്ളൂ. അതാണ് അതിൻ്റെ കറക്റ്റ്. മെഷീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ പിന്നെ ഇത് ഇലക്ട്രോണിക്കിൻ്റെ മെഷീനാണ്. ഇത് സാധാ മെഷീനാണ്. ഇത് ഞങ്ങൾ 2 പേര് കൈ കൊണ്ട് പിടിച്ച് വെക്കണം. ഇത് ഈ മെഷീനാണെങ്കിൽ ജാക്കിൽ പൊന്തി ഡയറക്റ്റ് നമ്മൾ JCB പോകണ സമയത്ത് നേരെ ചെമ്പാപ്പടക്ക് മാറി നിൽക്കും. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ഇത് ചട്ടകം 3 തിരിയാണ്. ഇതിൽ അടിയിൽ ഓവർ പിടുത്തം വരില്ല, പക്ഷെ ഇതിൽ ഓവർ പിടുത്തം വരും സാധനത്തിൽ. പിന്നെ ഓരോന്ന് പിടുത്തം വരാൻ സാധനങ്ങളായി കൂടുതലും കയറ്റുക. ഇതിൽ കുറ്റം കൂടുതൽ പിന്നെ ബ്ലാക്ക് അലുവ ഉണ്ടാക്കുക. അപ്പോൾ അത് പാകത്തിലായിട്ടുണ്ട്. ആ അലുവ ബ്ലാക്ക് അലുവ പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ അത് ഇറക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ശരാശരി ഇപ്പോൾ ഇന്നിപ്പം ഒരു അടുപ്പിൽ ഒരു 10 ചെമ്പാണെന്നുണ്ടെങ്കിൽ 10 ചെമ്പിന് 350 കിലോ അലുവ ഉണ്ടാവും. അതേമാതിരി ഈ ചെമ്പിൽ 10 ചെമ്പാണെങ്കിൽ 350 700 കിലോ അലുവ അങ്ങനെ ആയിട്ട് വരും. പിന്നെ ശരാശരി സീസണിൽ ഇപ്പം കുറച്ച് കൂടുതൽ പണി ഉണ്ടാവും. ഇപ്പോൾ നേരെ ശരാശരി തായ്മയിലുള്ള പണിയാണ്. കാരണം ഒരു ചെമ്പ് ഒരു അടുപ്പിൽ ഒരു 12 ചെമ്പ് 13 ചെമ്പ് 15 ചെമ്പ് ആ ഡെയിലി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. 2 ചെമ്പിലും കൂടി 30 ചെമ്പിൻ്റെ അടുത്ത് ഡെയിലി ഇങ്ങനെ പണിയെടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അതന്നെ അതാണ് ഇതിൻ്റെ കണക്ക്. ഒരു 800 കിലോ 900 കിലോ ഡെയിലി ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ അനാറ്, പാഷൻ ഫ്രൂട്ട്, ജാക്ക് ഫ്രൂട്ട്, പിന്നെ ഗോതമ്പ്, കാന്താരി ഹലുവ, കുറെ വെറൈറ്റി ഹലുവ ഉണ്ട്. ഇളനീര്. നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് ഏതാണ്? ചിലവ് അനാറും പിന്നെ ഇളനീര്, മുളക്, പച്ചമുളക്, ഇതൊക്കെ കൂടുതൽ. മാംഗോ.